ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് ചുണ്ടനും ചുണ്ടത്തികളുടെ പരിപാടികളാണ്. ചേന അന്വേഷിക്കാൻ പോയൊരു കഥയാണ് മക്കളെ. അവസാനം ചേമ്പിലേക്കാണ് ഈ കഥ അവസാനിച്ചത്. ഞങ്ങൾ കുറച്ച് ചേനയും ചേമ്പൊക്കെ കഴിഞ്ഞ കൊല്ലം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ, ചേന. അപ്പോൾ ചേനയ്ക്ക് പകരം ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് ചേമ്പാണ് കേട്ടോ. അപ്പോൾ ചേന വലിയ കാര്യത്തിൽ ഞങ്ങൾ നട്ടു, പക്ഷെ ഇതാണ് കിട്ടിയത്, അവസാനമായിട്ട് കിട്ടിയത്. എന്ത് ചെയ്യാനാണെന്ന് ഓർത്തി. ഇനി ഞങ്ങൾക്ക് ഈ ചേന വീണ്ടും കുഴിച്ചിടണം. പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ചേമ്പ് എന്ന് പറയുന്നത് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇനിയും പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഡിഷ് ചേമ്പാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കറിയായിട്ടോ ഉലത്താനായിട്ടോ അല്ലെങ്കിൽ മെഴുക്കുപുരട്ടി ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഇന്നത്തെ മെയിനായിട്ടുള്ളത് ചേമ്പാണ്. ചേമ്പ് അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ തൊലിയും ഒക്കെ കളഞ്ഞ് നല്ലോണം ചിരണ്ടിയെടുത്ത് നല്ലോണം വെള്ളം ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ക്യാമറമാനായ എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സഹായത്തോടെ ക്യാമറമാനും ഞാനും. അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ എൻ്റെ ഹസ്ബൻഡും ഇന്നത്തെ ഷെഫ് എന്നത് മെയിനായിട്ട് ഞാനുമാണ്. അതുപോലെ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലെ ഷെഫ്. അങ്ങനെ നമ്മുടെ ചേമ്പ് നന്നായിട്ട് കഴുകി കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഒപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങളാണ് ആവശ്യമുള്ളത്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെ തന്നെ. പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ധൃതിയിലുള്ളൊരു ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ ചാനൽ കൂട്ടാക്കിയ കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലിയിലേക്ക് വന്ന കുറച്ച് അംഗങ്ങൾ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് എപ്പോഴും കൂടെയുണ്ട്. അന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നമ്മുടെ ചേമ്പാണ്. നമുക്ക് ചേമ്പ് ഡിഷിലേക്ക് നമുക്ക് ആദ്യമായിട്ട് എന്താ വേണ്ടത്? അടുപ്പ് കത്തിക്കണ്ടേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് വരാം. എൻ്റെ ഈ ചാനൽ, കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാക്കണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് നിങ്ങൾ നോക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീഞ്ചട്ടി ചൂടായി വരണുണ്ട്. ഇതിലേക്ക് ഇച്ചിരി വെള്ളം കിടപ്പുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റി കളയട്ടെ കേട്ടോ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഇനി ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ വീട്ടിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചാൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കടുക് കുട്ടന്മാരിങ്ങനെ പൊട്ടിക്കാനായിട്ട് കൊടുക്കാം. കടുക് കുട്ടന്മാരെല്ലാം ചീഞ്ചട്ടിയിൽ പൊട്ടി ഡിഷ് എന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കടുക് കുട്ടന്മാരെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ഇടണ്ടേ? ഇനി നമുക്ക് കുഞ്ഞതായിട്ടുള്ള നമ്മുടെ ഇഞ്ചി കഷ്ണങ്ങളിടാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഞാനിവിടെ സവോളയാണ് ഉപയോഗിക്കുന്നത്. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ സവോള കുനുകുനായിട്ട് അരിഞ്ഞ സവോള ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി വേണം കേട്ടോ. അപ്പോൾ എല്ലാം ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അതായത് നമ്മുടെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇളക്കി കൊടുക്കാം. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉപ്പ് നമുക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഇത് യോജിപ്പിക്കേണ്ടേ? അല്ലെങ്കിൽ പല സ്ഥലത്ത് ഉപ്പും കുറച്ച് സ്ഥലത്ത് ഉപ്പില്ലാതെ. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ഇനി എന്താ വേണ്ടത്? കരിവേപ്പില വേണം. അങ്ങനെ ഞാൻ വേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കിക്കോളും. വേപ്പിലയുടെ മണം വന്നപ്പോൾ
ഹായ് ഹായ് ഹയമ ഹയമ വേപ്പിലയുടെ മണം ഒരു ഒന്നൊന്നര മണം തന്നെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും വേപ്പിലും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. എന്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാലയുടെ പൊടി, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി. അപ്പോൾ അതും കൂടി ഇളക്കി യോജിപ്പിച്ച് അതും ഒരു മണം പോണ വരെ ഒന്ന് യോജിപ്പിക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഇളക്കണം കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതായി വരണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇത് കുക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഇത് യോജിപ്പിച്ച ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളമാണ് അടയുന്നത്. അതായത് തിളപ്പിച്ചാറിയ വെള്ളം. ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കാറ്. രണ്ട് പച്ചവെള്ളം നേരിട്ട് ഉപയോഗിക്കാറില്ല എൻ്റെ കറികളിൽ ഞാൻ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നു, അതായത് ചൂടാറിയ വെള്ളം. അപ്പോൾ ചൂടാറിയ വെള്ളം ഒഴിച്ച് ഒന്നായി വന്ന ശേഷം ഞാൻ ചക്കക്കുരു അടയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് തൊലി കളഞ്ഞ് ചക്കക്കുരു പൊടിച്ച് വൃത്തിയാക്കിയ ചക്കക്കുരുവാണ് കേട്ടോ. കഴുകിയിട്ട് വേണം ഇടാനായിട്ട്, കഴുകാതെ ഇടല് മണ്ണ് ഇട്ടാക്കി. അപ്പോൾ ചക്കക്കുരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേമ്പ് ഇട്ടു. ചേമ്പ് എന്ത് ഭംഗിയായി വെളുത്തിരിക്കുന്നത് കാണാൻ. അങ്ങനെ നീ വെളുത്ത് നീ സുന്ദരനാവണ്ട, നീ ഒന്ന് മഞ്ഞ കളറിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അവനെ മൊത്തമായിട്ട് തട്ടിയിട്ടുണ്ട് ഗേസ്. തട്ടി. അങ്ങനെ ഞാൻ അവനെ മൂടി വെച്ചു. എന്തിനാ മൂടി വെച്ചെന്നറിയാമോ? ഇത് വേറുണ്ട്. ഇതിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. എന്തിന്? ഈ ചേമ്പ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. അപ്പം ചേമ്പും നമ്മുടെ ചക്കക്കുരും കൂടി നന്നായിട്ട് വെന്ത് യോജിപ്പിച്ച് വരുന്നുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം അല്ലേ? എങ്ങനെ? അത് തന്നെ മൂടി വെക്കണം, എന്നാലാണ് നന്നായിട്ട് വേവുള്ളൂ. വെന്തിട്ടില്ലാന്ന് അതുകൊണ്ടാണ് മൂടി വെച്ചത് ഞാൻ. അപ്പോൾ ലാസ്റ്റായിട്ടുണ്ട്. ഇത്രയ്ക്കുള്ളൂ എൻ്റെ ഡിഷ് ചേമ്പിൻ്റെ. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള ചേമ്പ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് രുചിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെ നിങ്ങളുടെ അടുക്കളയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഗേയ്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ഹാവ് എ നൈസ് ഡേ.